Thank you for helping me. Kamsamita. Nani. ദുൽഖർ സൽമാൻ വന്ന ചേട്ടൻ്റെ കൂടെ ഉള്ള ഫോട്ടോ. മോഹൻലാൽ ടൊവിനോ ഇതായിരിക്കുന്നു. 15 kg. This is 15 kg. മോർണിംഗ്. ഇവിടെ കത്തിക്കുവാണല്ലോ. That's okay. Yeah. Dennis is here. Dennis is mean. Very higher people company people come. Oh, okay, okay. നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് നമ്മൾ കൊറിയൻ ഭക്ഷണമാണ് കഴിക്കാൻ വേണ്ടി വന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഭക്ഷണമുണ്ട് ഇവിടുത്തെ ISCO എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ. കണ്ടില്ലേ ഇവരുടെ കമ്പനി ഇത് ഹൊണ്ടായിയുടെ കാറാണ്. ഇവരുടെ കമ്പനിക്കാരെല്ലാം ഹൊണ്ടായി. അതുകൊണ്ട് അവിടെ കിടക്കുന്ന ഹൊണ്ടായി കാറ്, അവിടെ കിടക്കുന്ന ഹൊണ്ടായി കാറ്, ഇവിടെ കിടക്കുന്ന ഹൊണ്ടായി കാറ്, ഹൊണ്ടായി കാറ്. കാരണം ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഹൊണ്ടായി കാറാണുള്ളത്. കൊറിയൻ കമ്പനി. You love Hyundai? Yeah, of course. My husband company. അവളുടെ ഹസ്ബൻഡിന്റെ കമ്പനി ഹൊണ്ടായി അല്ലേ? Love the Hyundai car. They love the Hyundai car. This is Dennis's car. Is only. It's a Hyundai car? Yeah. Sorry, it's a Korean company? Yeah, Korean Hyundai car is top of 3 people only using this car in Chennai. In Chennai? Only 3. Oh, this is Korean company. What? Hyundai car. This is also Hyundai car. Oh, this is Hyundai. Oh, ഇത് Hyundai. ഹൊണ്ടായുടെ ഒരു ലക്ഷറിയാണ് കേട്ടോ. ജെനസിസ് എന്ന് പറയുന്ന ഒരു ലക്ഷറി മോഡലാണ്. ചെന്നൈയിൽ 3 പേരെ ഈ കാർ ഉപയോഗിക്കുന്നുള്ളൂ. ആ 3-ൽ ഏതൊരു കൊറിയക്കാരനാണ് ഉപയോഗിക്കുന്നത്. യെസ്, ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഓ, ദിസ് വൺ ദക്കാർബി. ആ, എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. ദക്കാർബി ഭക്ഷണമാണ് ഈ കാണുന്നത്. നമ്മൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ബിയർ. ഹിയർ യു ഡോണ്ട് ഗെറ്റ് ബിയർ? I like beer. You never drinking? Me drink only water. Only water. Let's try sometime. Sometime. It's okay. I will teach you drinking. No. Yeah, let's try today. No. Kamsamita. Thank you. ഇവിടെ ഒരു വലിയൊരു കൊറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങോട്ട് തന്നെ It's so big restaurant. Yeah, big restaurant. Many people. Yeah, most famous in Korean restaurant in Chennai here. ചെന്നൈയിലെ most famous ആണ് കേട്ടോ. It's a Korean restaurant. എല്ലാ ഫ്ലോറും ഇവരുടെ ഭക്ഷണങ്ങളാണ്. അവിടെ പോയപ്പോൾ അത്രയ്ക്ക് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. This floor for Dakkarbi. ഓ, ദക്കാർബി. Yeah, Dakkarbi. ഇവിടെ ഓരോ ഭക്ഷണത്തിനും ഓരോ ഫ്ലോറാണ്. ഇത് ദക്കാർബി കഴിക്കാൻ വേണ്ടിയുള്ള ഫ്ലോറാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കൊറിയക്കാരാണല്ലോ. കൊറിയക്കാരാണോ നോർത്ത് ഈസ്റ്റുകാരാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാവരും കണ്ടില്ലേ? ഇത് ദക്കാർബി ഭക്ഷണം മാത്രം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഓക്കെ. Wow, it looks good. Good? Yeah. Nice. You're not hungry? Of course, I'm already. I am very hungry. Of course, you're very hungry. Many types of dakkarbi. Oh. I think you ate the cheese dakkarbi, right? Yeah. With cheese dakkarbi. Yeah. Cheese dakkarbi. ഇവിടെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ. ദക്കാർബി പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ. I don't know. This is you take and you choose. I think the same dakkarbi. How about it? Cheese dakkarbi. Cheese, okay. Yeah. Cheese you dakkarbi. eating in Korea, right? Okay. And if you want, you can eat tteokbokki too. No? You don't need. You choose. I don't know. Usually in Korean, Okay. this after you eat this rice. Dessert, yeah. Yeah, rice in Korea. know. You don't know. No. I think I try. I don't need. No. You have to try. Okay. It's so nice. Up to you. You. എനിക്കൊന്നും മനസ്സിലാവില്ല എന്തൊക്കെ ഫുഡുണ്ട്. Yeah. We need to add some more. മോഡിയം Rice മോഡേൺ cake, സാരി. noodle. ഒരു ടോപ്പിങ്സിനൊക്കെ വരുന്നത് 500 രൂപയാണല്ലോ. പടച്ചോനെ, നല്ല പൈസയാണല്ലോ. തക്കാർബിക്ക് തന്നെ ഇതിന് 1500 ഈ ഒരു സാധനത്തിന് മാത്രം. Oh, different types of Korean food. Yeah, isn't that dakkarbi? Oh, salad, പിന്നെ ബാർബിക്യൂ ഐറ്റംസ്. Galbi, bulgogi.
Huh? Bulgogi. Bulgogi? Bulgogi. What is that? Bulgogi. 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 Yeah, bulgogi. Bulgogi. ഇതാണ് bulgogi. Chaat bag. Galbi. Karibi. Galbi. 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 കൊള്ളാം കേട്ടോ, ഇവിടുത്തെ ഒരു ഇൻറ്റീരിയറും സംഭവങ്ങളും എല്ലാം കൊള്ളാം. ഇത് താണ്ട ഹീറ്റ് വലിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിരിപ്പുണ്ട്, പക്ഷെ അപ്പുറത്തെ ഭാഗത്ത് ഫുള്ള് ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഫുൾ അപ്പുറത്ത് താഴത്തെ നിലയിൽ കേട്ടോ, അത് വേറെ ഭക്ഷണമാണ്. ഇവിടെ വേറെ. ആർ ദേ ഫ്രം കൊറിയ എവ്രി വൺ? നോ, ഐ ഡോണ്ട് തിങ്ക്. Yeah, many Indians coming. Yeah, this. Hello. Can I order? Yes. Where are you from? I'm from Manipur. Manipur? Yes. Okay. They're from India. India. Yeah, there are people here work, everyone India, right? Yes, sir. The owner only from. Only honor Korea, but other every people India. Oh. She's India, no Korea. You're East India? Northeast. Yes. Looks like same. I'm Korean. ജോങ് ഇതുവരെയൊക്കെയാണ് വിചാരിച്ചത് ഇവരെല്ലാം കൊറിയക്കാരാണെന്നാണ്. അവർക്ക് മനസ്സിലാവില്ലല്ലോ, ഇവരെല്ലാം മുതലാളി മാത്രമേ കൊറിയക്കാരനായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ലോക്കൽ ആൾക്കാരാണ്, ഇന്ത്യക്കാരാണ്. I need to take care of your health. You follow me and learn health. Yeah. Healthy measurement. Yeah. You're very good. Excuse me, sir. This is seafood. This is seafood. Yes. Okay. Thank you. ഇത് സീ ഫുഡ്, ഇത് പീനട്ട്, ഇത് എന്തരാന്തോ. You have to try this. What is this? കിംചി. Yeah, kimchi. ഇത് കിംചി, നമ്മുടെ കൊറിയൻ കിംചി. പിന്നെ ഇത് സലാഡ്, സൈഡ് ഡിഷാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഈ പാത്രം എടുത്തിട്ട് അവർ ഇതാണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ഗോ വാഷ് മൈ ഹാൻഡ് ആൻഡ് കം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു അപ്രോണൊക്കെ തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഈ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, സൈഡ് ഡിഷ് കുറേ സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് ഇപ്പം വരും. What is this? 무생. Busang? What's that? I forgot. You don't know? You are not Korean. You are fake Korean. Yeah. I just forgot the name. What's that? അവർക്ക് പേര് ബൂസാങ്. Musang. മൂസ. ഇതാണ് മൂസൻ. ഓക്കെ, മൂസം. ഇവിടെ താണ്ടെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാധനങ്ങൾ വരും. ഇത് മുകളിൽ നിന്ന് പൊക്കി താണ്ടെ താഴോട്ട് വന്ന് പിന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. What's your name? My name is Catherine. Catherine. Have you been to Kerala? You know Kerala? Yeah, I know Kerala. Okay. My manager is from Kerala. Your manager is from Kerala? Yes. The hotel manager here? Yeah. The restaurant manager? Yes. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ മാനേജർ കേരള മലയാളിയാണ്. ഇവിടെ ആദ്യം അവർ വന്നിട്ട് ക്യാബേജ് ഇടുവാണ്. ക്യാബേജും അതിൽ ചിക്കൻ. കുറേ കഴിക്കുന്ന പോലത്തെ അത്രയും ടേസ്റ്റ് കാണൂല. ചിക്കൻ ഇവിടെ ഇതില് എന്തൊക്കെ ഗ്രേവി ഇടുവാണ്. നോ വെരി സ്പൈസി. Crossing? Are you selling in the cross? Yes. Where? In India? Yes. Wow. You're very smart. ഇവിടെ വേറെ മെയിൻ ഡിഷ് ബാക്കി ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ റാമേ നൂഡിൽസ്, സിയാൻ സേ ഹായ്. നമ്മുടെ സിയാനാണ് കേട്ടോ, കൊറിയൻ സുഹൃത്ത്, നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ചീസ് ഇവിടെ വാരി വെതറിയിട്ടുണ്ട്. നമ്മൾ ചീസി ഒരു ഇതാണ് പറയുക. ഓക്കെ, സീ യു സംവെയർ. Come to Kerala first. For sure. Bye. Bye. What's it? Oh. Morning. ഇവിടെ കത്തിക്കുവാണല്ലോ. അവര് ചീസിനെ കരിക്കുവാണ്. കരിച്ച് കരിക്കട്ടാക്കും. ഈ കാണുന്നത് നമ്മുടെ പംകിൻ സോസ്. This is pumpkin sauce. Yeah. ഇത് നമ്മുടെ പംകിൻ സോസ് ആണ് ഈ കാണുന്നത്.
Wow. 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 Why you don't drinking? Why I don't know. എന്തുകൊണ്ട് കുടിക്കുന്നില്ല എന്ന്? Why you don't drinking? Because I love myself. Yeah, I know. I want to take care of my body. Yeah, I know. Yeah. Yeah, you really saying. Should I serve for you? I will serve for you. Yeah, I do. Yeah, I'm Korean. I can Oh, do you are it. Korean. Thank you. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കൊറിയയുടെ ആ ടേസ്റ്റ് കിട്ടുമെന്ന്. Cheers. Cheers. Yeah. Okay. Next time, can I? Cheers. 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 Yes. And first time, the substitute. Said you have some good idea. What idea? I have a good idea. You world trip, right? Yeah. You can make Wi-Fi every country. Every country. Yeah, every country. China, Korea, Okay. India. You find for me in Korea. Okay. You find a wife for me Of course. in Korea. Of course. Yeah. I introduce my Korean friend. Okay. Okay. But not 40 years old. Okay. Okay, I'll do my best. Okay. 20. Yeah. 20 age. 20. Okay. No 40. No 40. Or because my friend, everybody married, they have a son or Oh. daughter. Okay. Okay. Then And next that's place is Mongol. You don't buy hers. I buy girl. Yeah. You have to buy your wife. You don't buy house. Why you buy Thank you. house? Kamsamita. Yeah, thank you. എൻ്റെ അടുത്ത് പറയാം എല്ലാവരും പോയിട്ട് ഓരോന്നിനും വെച്ച് കെട്ടാനെന്ന് കേട്ടോ. No eating like this, okay? No eating like this. Okay. This is Korean style. Okay. You put it inside and eat. Yeah, you have ഇതിന്റെ to അകത്ത് eat വെച്ചിട്ടാണ് ഈറ്റ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെ വാ വെച്ച് കടിച്ച് ഫുള്ള് കഴിച്ചു. that. I think. And the wrap and the eat. This is a Korean style. Okay. Okay. നമ്മുടെ ഇത് കഴിക്കുന്ന പോലെ നമ്മുടെ മുറുക്കാനും ഇത് കഴിക്കുന്ന പോലെ. Super. 젓가락질도 잘하고. Super nice. Wrap. Like this. Yeah. Korean. Good. This is more good, right? ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മാനേജർ. എന്തുണ്ട് ബ്രോ? ഹായ്, പേര് ഗിരീഷ്. മാനേജറാണ്. ഒരു 22 ഇയേഴ്സ് മേലായി കൊറിയൻ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ഉണ്ട്. ഓക്കെ. കൊറിയൻ റെസ്റ്റോറന്റ് കൊറിയൻ ഫീൽഡിലാണ്. റെസ്റ്റോറൻറ്റ് ഫീൽഡ് ഫ്രം 98. അപ്പോൾ അരിറാങ് എന്ന് പറഞ്ഞിട്ട് നുങ്കമ്പാക്കം അവിടെ ഈ റെസ്റ്റോറന്റ് എത്ര 98 വർഷമായി? ഇതിപ്പോ ഇവിടെ ഞങ്ങളൊരു 4 വർഷം. പക്ഷേ ഈ റെസ്റ്റോറന്റ് ബ്രാൻഡ് ഇവിടെ ഇന്ത്യയിൽ ശ്രീപെരുമ്പത്തൂർ മത്സ്യക്കുറി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എത്ര വർഷമായി തുടങ്ങി? അത് കുറെ ആയി, 10-12 വർഷത്തിന്റെ. ഇവിടെ കൂടുതലും കൊറിയൻസ് ആണോ കഴിക്കാൻ വരുന്നത്? ഇവിടെ 80% ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസ് അത്യാവശ്യം ഹൈ ക്ലാസ് ആയിട്ടുള്ള ഹൈഫൈ ആയിട്ടുള്ള Okay. പീപ്പിളാണ് ഇവിടെ വരുന്നത്. പക്ഷെ മത്സ്യക്കുറി ആകുമ്പോൾ അവിടെ കുറച്ചും കൂടെ പിന്നെ കൊറിയൻ സിപ്കോട്ട് നിറയെ കമ്പനീസ് എല്ലാം ഉണ്ടാവുകൊണ്ട് അവിടെ നിറയെ കൊറിയൻസ് ആണ് അവിടെ നിറയെ വരാറ്. വേറെ ലൊക്കേഷൻ. അതെ, വേറെ ഇപ്പൊ അടുത്തൊരു ബ്രാഞ്ച് കൂടെ ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നുണ്ട്, OMR. You were asking why I am kind. He will answer. Right, so kind. He is so kind. All Kerala people are very kind. Then I have to go. You have to come. That's why Kerala is God's own country. Yeah, we call God's own country. There's God's own country. You know God. Jesus, Allah, God. God's own country. It's called Kerala. Every Kerala people like their fun and time. Like me, very kind, very kind. Everybody handsome? Like me, yes, very handsome. Okay, I have to go. I have to go. Yeah, I have to go Kerala. Absolutely. But you married, so no chance, you know. I leave. Leave your husband. Next life. Next life. Okay. Thank you. കണ്ടതിൽ വളരെ സന്തോഷം. എവിടെ നാട് എവിടെയാ? നാട്ടിലെ ഞാൻ വാണിയമ്പലം, മലപ്പുറം ഡിസ്ട്രിക്ട്. വാണിയമ്പലം. ഓക്കെ. കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ. ഇവിടെ സർപ്രൈസ്. മോഹൻലാല്. ഇവിടെ കണ്ട് ദുൽഖർ സൽമാൻ വന്ന ചേട്ടൻ്റെയോടുള്ള ഫോട്ടോ. മോഹൻലാൽ. വേറെ ആരാ? ഇത് മറ്റേ നരൻ. പിന്നെ വേറെ ആരാ?
പിന്നെ ഇവിടെയും മോഹൻലാല്, മോഹൻലാലുണ്ട്, അജിത്ത്. അജിത്ത് ഉണ്ട്. എല്ലാം തമിഴ്. ടൊവിനോ ഇതായിരിക്കുന്നു. ശോഭന ചേച്ചി വന്നിരുന്നു. റെഗുലർ കസ്റ്റമറാണ്. ഇത് തന്നെ ടൊവിനോ. ടൊവിനോ തോമസ്. ടൊവിനോ അടിക്കടി വരാറുണ്ട്. പിന്നെ ശരത് കുമാർ തമിഴ് നടൻ. തൃഷ മേഡം റെഗുലറാണ്. നമ്മുടെ സൂര്യ ഉണ്ട് ഇവിടെ. നടൻ സൂര്യ ഉണ്ട്. പിന്നെ നമ്മുടെ റഹ്മാൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ വെങ്കടേഷ് സാർ വരാറുണ്ട്. എല്ലാം തമിഴ് മലയാളം നടന്മാരൊക്കെയാണ് കേട്ടോ. സൗത്ത് ഇന്ത്യൻ സെലിബ്രിറ്റീസ് ആണ് കേട്ടോ. പിന്നെ അതിനോടൊപ്പം ഞാനും. പിന്നെ കുറെ ക്രിക്കറ്റേഴ്സ്, ഇതെല്ലാം നമ്മുടെ ക്രിക്കറ്റേഴ്സ് ആണ്. സംഘക്കാര സംഭവം കൊള്ളാം കേട്ടോ. നല്ലൊരു റെസ്റ്റോറന്റ്. അതെ, ഇതാണ് ഞങ്ങളുടെ MD. ആരാണ്? അപ്പൊ മമ്മൂട്ടി വന്നപ്പോൾ പുള്ളിക്ക് ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ വേണമെന്നാണ്. അങ്ങനെ പുള്ളി മമ്മൂട്ടിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്താ. കൊള്ളാം കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്. എന്നോട് ചോദിക്കില്ല ഇത് കേരള ഫുഡാണോ ഇത് കൊറിയൻ ഫുഡാണോ? I don't know what is this. This is dessert. Dessert. Yeah. I think ഇത് നമ്മുടെ മാനേജർ കോംപ്ലിമെന്റ് ആയിട്ട് നമ്മുടെ ചേട്ടൻ തന്നാണ് കേട്ടോ. ഗിരീഷ് ചേട്ടൻ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് തന്ന ഒരു സാധനമാണ്. അടിപൊളി കേട്ടോ. നല്ല ഭക്ഷണം. ഫിഷ് കംസാം വിത്ത് for this ice cream. How you say thank you in Malayalam? Nandi. You know panni? It's ham. Ham. Pork. Pork. Pork is panni. Nandi is thank you. Nandi. Nandi. No. Only Nandi. Panni is bad word. It's pork. Yeah. Nandi. Yeah. One more time. Lam. Malayalam. Malayalam. This is like a same song. Yeah. Same song. Malayalam. Malayalam. Sing song like that. Yeah. Malayalam. Yeah, this is like same song. Satyam Malayalam. Yeah. It's a song. Malayalam. Malayalam. 40 വയസ്സൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഇത്. Malayalam. That's me. This is I love you. No, it's my language name. It's like Korean. Are your language name? Yeah, it's Malayalam. Malayalam. Yeah. This is language name. Yeah. Malayalam. Yes. Like Tamil. Tamil, yeah. Yeah, Like Malayalam Korean. is Kerala name. Kerala language. Yes. Malayalam. Yes. Okay. This is Malayalam same song. Yes. Yeah, Malayalam. Okay. This is like Korean. Korean, Right? yeah. Korean. Okay. What is Malayalam. what? Adi. Ari. Poli. Poli. Adi Poli. Ari Poli. Yes, Adi Poli. What is mean? Means like house of food. It's a good. Good. That is good. Ari Poli. Adi Poli. Ari Poli. Hi. Okay. Ari Poli. Oh, You're from Kerala? Oh, Where in really? Kerala? Oh, Malappuram. Same from. downstairs. നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഭക്ഷണ വണ്ടികളെല്ലാം പോയി. ഹുണ്ടായി എല്ലാം പോയി. നമ്മുടെ ഹുണ്ടായി വന്നു. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ വീടൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ദുൽഖർ സൽമാൻ. യെസ്. ഇവിടെ എല്ലാ നടന്മാരും എപ്പോഴും വരും കേട്ടോ. ടൊവിനോ ദുൽഖർ സൽമാൻ അടുത്തായതുകൊണ്ട് എപ്പോഴും വരും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ വണ്ടിയിലോട്ട് കയറി. നമ്മൾ നമ്മുടെ ജുങ്ങയിൻ്റെ I hope like I'm pronouncing your name correctly. Jungye. Yeah. Jungye, right. Jungye, Yeah. yeah. That's great. നമ്മൾ അവരുടെ മക്കളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുത്തെ അമേരിക്കൻ സ്കൂളിലാണ് പുള്ളിക്കാരിയുടെ മക്കൾ പഠിക്കുന്നത്. ഇവിടെ ഓരോ രാജ്യങ്ങളിലെ കുട്ടികളായിട്ട് ഇവിടെ ഓരോ കാറുകൾ കണ്ടില്ലേ, ഓരോ കുട്ടികളെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. കുറേ വണ്ടികളുണ്ട്. 주원아, 뒤쪽에 있어. 안녕하세요. Hello. Hey. Hello. 안녕하세요. They are so shy. Shy. Hey, what's your name?
Jason. Jace, what's your name? Chua. Jua. Nice to meet you. Symmetry. Is you shy? They're very shy. Yeah. Then hiker. Hitchhiker. Hi. That hiker. I showed the Instagram. You remember someone, right? I Very huge influencer. Yeah. He saw your Instagram yesterday. Ah, okay. Yeah. I did. This is the second boy, the person. This is the first and this is the second. ഇതായിരുന്നു നമ്മുടെ സ്കൂൾ കേട്ടോ. AISC. 성훈이. 이제 go to home. 있으라고. 하는 시지야. നമ്മുടെ ACR ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഇപ്പോൾ നോക്കിയപ്പോൾ റോഡൊക്കെ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോൾ ECR ഭാഗം ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ റോഡെല്ലാം നല്ല വലുതാക്കി വെച്ചു. ഇവർ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ. യു ഡോണ്ട് വാണ്ട് മീ ടു ഗോ? യു ഡോണ്ട് വാണ്ട് മീ ടു ഗോ? 형아랑 같이 가고 싶냐고. Where? Yes. Where? My house. ഹോങ്കോങ്. No, Hong Kong. 엄마 같이. 아주 shy. They are very shy. Yeah, very shy. First time like this shy. Ah. Just 1 hour after very change his character. എക്സാക്ട്ലി. ഇത്ര നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഹോങ്കോങ്ങിൽ പോകണ്ട, ഇവിടെ നിൽക്കാറുണ്ട്. ഞാൻ പൈസയൊക്കെ അടച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഹോങ്കോങ്ങിൽ പോകണമെന്ന് പെട്ടെന്ന് ഉടനെ ഞാൻ You have to go. Say hi. Now don't be shy. Don't be shy. Say your name. Say your name. Where are you going? Please say your name. Jason. Hello. Hi. Hi. Yeah. യെസ്, അങ്ങനെ ഐ തിങ്ക് ഞാൻ ഹോങ്കോങ്ങിലോട്ട് പോയിട്ട് ഹോങ്കോങ്ങിൽ പോയിട്ട് ചൈനീസ് വിസ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ചൈനീസിൻ്റെ ഫോം ഫിൽ ചെയ്യണം. താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. കംസാമിത. നന്ദി. നമ്മൾ ഫോം ഫിൽ ചെയ്തോ. ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് മാൻഡറ്ററി ആയിട്ട് കൊടുക്കണം. ഞാൻ കൊടുത്തത് ഏത് വർഷം 2022 മുതൽ 2025 വരെ. നെയിം ഓഫ് ദ എംപ്ലോയർ ചെക്കിംഗ് പാടുന്നത്. അഡ്രസ് ഓഫ് ദ എംപ്ലോയർ തിരുവനന്തപുരം. കോൺടാക്ട് നമ്പർ എൻ്റെ കോൺടാക്ട് നമ്പർ. സൂപ്പർവൈസർ നെയിം മാഹീൻ ഷാജാണെന്ന്. സൂപ്പർവൈസർ ടെലിഫോൺ നമ്പർ എൻ്റെ നമ്പർ. 2D പൊസിഷൻ ഇൻഫ്ലുവൻസർ. 2E ഡ്യൂട്ടി വ്ളോഗിങ്. Yeah. What? Your position is not CEO. CEO. You're Mahin company CEO. മാഹീൻ കമ്പനി CEO. കുറേ ഉണ്ടല്ലോ, കുറേ പേജസ് ഉണ്ട് കേട്ടോ. അയ്യോ. If you pass. Come on, confirm. No. Waiting. ഓ, ഇതെങ്ങനെയെങ്കിലും ഒന്നായിരുന്നെങ്കിൽ. You would not get a refund if the consumer express for Haiti. രണ്ടെണ്ണം ക്യാമറയുടെ മുന്നിൽ in front of the camera they are very shy, but otherwise they are very active. Yeah. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് കേട്ടോ സഹോദരന്മാർ. അവൻ ജെല്ലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. What are you doing? Eat jelly. Eating jelly. Let's go to airport. Let's go airport to go. You will come to drop me up? You will come to airport to drop me? Jonah. 버릇없다. What are you doing? 나 갈래. Yeah, let's go together. Yeah. അങ്ങനെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ചൈനീസ് വിസയുടെ അത് ഇതുവരെയായിട്ട് 12 മണിക്കൂർ എടുക്കും കേട്ടോ അവർ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി ഞാൻ എന്നെ ജൂങ്ങി എന്നെ എയർപോർട്ടിലോട്ട് കൊണ്ടാക്കുവാണ്. Come on, you can do it. എൻ്റെ ബാഗ് നോക്കി. കമോൺ. Yeah, come on. അപ്പം എൻ്റെ What, is it really 15 kg? Yeah, 15 kg. Really? Yeah. 알겠어. 나는 성훈이도 드는데. Yeah, you have to try. Yeah. Oh, someone super nice. Someone is super nice. Yeah. അടുത്ത രണ്ടാമത്തെ ഇടുവാണ്. എൻ്റെ മോൻ നോക്കിയേ. Yeah, 너네도 트래블링 해야 돼 이제. Yeah, like your elder brother. You will travel, okay? After 5 years. അവൻ്റെ സൈസ് ഉണ്ട് കേട്ടോ എൻ്റെ ബാഗിൻ്റെ നീളം. ഹെവി? ഹെവി? Yes. വെരി ഹെവി? 나도 해볼게. 천천히. 야, 진짜 천천히. 자, ഞാൻ കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. 이거 다이어트 엄청 많이 했는데. 야, 이거 15kg, 15 kg. This is 15 나 kg. 간다. അവസാനം കാറിൽ കയറി. ലാസ്റ്റ് ടൈം നേരെ ഓക്കെ നേരെ താങ്ക് യു. നേരെ എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇനി ട്രാഫിക് ഉണ്ട്, വൈകുന്നേരം ട്രാഫിക്. അതാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്.
1 മണിക്കൂറിൽ കൂടുതലുണ്ട് കേട്ടോ ചെന്നൈ എയർപോർട്ടിൽ പോകാനായിട്ട്. അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പിന്നെ ഹോങ്കോങ്ങിലോട്ട്. അതാണ് അറിഞ്ഞില്ലേ പോവാണ്. ഹോങ്കോങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ഞാനൊരു കുർത്ത വാങ്ങിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിനെ പോയിട്ട് കുർത്ത കൊടുത്ത് ഞാൻ വരവേൽക്കാൻ വേണ്ടി പോവാണ്. സുഹൃത്ത് എന്നെ വരവേൽക്കാൻ വേണ്ടി എയർപോർട്ടിൽ വരും. അപ്പോൾ സുഹൃത്തിനൊന്നും ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചില്ല എന്ന് വേണ്ട. അപ്പം നമുക്ക് ഹോങ്കോങ്ങിൽ വെച്ച് കാണാം. ഞാൻ ഈ ചെരുപ്പ് ചൂസ് ചെയ്ത് ഇത് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ആ കാണുന്ന ഒരു കമ്മൽ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ചെന്നൈ വിമാനത്താവളത്തിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നാ പண்ற? സാപ്പിടിയാ? From where did you study? Something na. One more time. വണക്കം. നമസ്കാരം. നമസ്കാരം, വണക്കം. അപ്പോൾ ഞാൻ എന്നെ ഇവർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ജോങ്ങി see you some other time, okay? Yeah. What's your name? Habibis, bye bye. See you again. Absolutely see you again. ജോങ്ങിന്റെ ഭർത്താവ് അപ്പുറത്തുണ്ട് കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കാണാൻ വേണ്ടി. പുള്ളിക്കാരൻ എയർപോർട്ടിൽ വന്ന വർക്ക് കഴിഞ്ഞ നേരെ. എന്നിട്ട് അവരെയും വിട പറഞ്ഞിട്ട് ഞാൻ ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് കയറുന്നതാണ്. You found your husband. My husband. Oh my god. Hello. Nice to meet you. Nice to meet you. How are you? Yeah. Huh? Nice to meet you. You know. I hope Thank to you see so you much. next time. Kamsahamnida. Kamsahamnida. Nandi. Yeah. Nandi. Nani. In Malayalam. In my language. Nandi. Nani. Nandi. Bye bye. Kamsahamnida. 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 Yeah, we will miss you. Thank you so much. I'll miss you guys. You know, I'm super happy. You know, Yeah, absolutely. I'm very happy. Yeah, anytime. Thank you so come much. to Chennai, please visit my house. Anytime. You have my home location. Yeah, already. Yeah. I know you're. But we don't know when you go back. Yeah, I'm I very know, happy. Yeah. happy. See you then. Bye bye. Okay. Yeah. Again. Thank you. Thank you so much. We didn't talk long. Yeah. But yeah. Next time. Bye bye. Tata. See you. Bye bye. Okay. Tata. I think I'll go. Thank you so much. No, it's okay. Yeah. Bye bye. Next time, you know, we'll ride in the bike. Okay. Next time. Next time, yeah. And we'll take the master. Yeah. Okay. Thank you. Thank you. Oh, I forgot this mic. Oh. Finally to Delhi, then to Hong Kong. Yes, sir. How do you? Okay. Cutting sun. ഞാൻ എന്താ അത്? Okay, come Samita. Bye bye. കേട്ടോ. അയ്യോ, എനിക്ക് അവരെ മിസ്സാവുന്നു കേട്ടോ. കാരണം അയ്യോ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അയ്യോ എന്തോ പോലെ. ഇന്ത്യ വിടുമ്പം മിസ്സാവാറില്ല സാധാരണ, പക്ഷേ ഇപ്പോൾ അവരെ എന്തോ പെട്ടെന്ന് എന്തോ അങ്ങനെ അവർ പോയിട്ടുണ്ട്. ഇനിയപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയിട്ട് 4 മണിക്കൂറോളം എനിക്ക് 4 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഹോങ്കോങ്ങിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ എമിഗ്രേഷനൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും, ഇവിടെ വെച്ചിട്ടായിരിക്കില്ല എന്തായാലും. ഞാൻ എൻ്റെ എമിഗ്രേഷനെല്ലാം കഴിഞ്ഞു. ചെക്കിന് വേണ്ടി സെക്യൂരിറ്റി ചെക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനെ കാട്ടി, അതായത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലെവിടെയൊക്കെ ഭീകരാക്രമണങ്ങൾ നടക്കാൻ പോകുന്നു സെപ്റ്റംബറിന് എന്തിന് ദിവസത്തിനിടയിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലായിടത്തും എയർപോർട്ടിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും നല്ല ചെക്കിംഗ് ആണ് കേട്ടോ. അവസാനം നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ തന്നെ നല്ല സമയം എടുത്തു കേട്ടോ. ഇനി എമിഗ്രേഷനൊക്കെ ഡൽഹി പോയിട്ട് അറിയാം പാസ്പോർട്ടിൻ്റെ കഥ. ഇപ്പം പ്രധാനമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ട് അറിയാം. അപ്പോൾ ഞാൻ നമ്മുടെ ഐശ്വര്യയിൽ നിന്നുള്ള ഭക്ഷണം, ഞാൻ അതിൻ്റെ പേര് മറന്നുവല്ലോ, അതിൻ്റെ പേര് എനിക്ക് പറഞ്ഞു കേട്ടോ, എന്താണ് അതിന് പറയുന്നത്, അതിൻ്റെ ബാക്കി ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോകുന്നു. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഒരു വുഡൻ ചോപ്സ്റ്റിക്ക് തന്നു. കറക്റ്റ് നമ്മുടെ പൊരിച്ച മുട്ടയോ പോലെ ഇരിക്കുന്നു, പക്ഷെ മുട്ട അല്ല, അത് ഫിഷാണ് സംഭവം. പിന്നെ ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം നല്ലപോലെ ചൂടോടുകൂടി ഇത് കഴിക്കാനുള്ള ഒരു മോഹം തോന്നുന്നു കേട്ടോ. നല്ല കൊതി വന്നു ഇപ്പം കഴിക്കാനായിട്ട്.
നേരത്തെ കഴിച്ചപ്പോൾ നല്ല കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് കഴിക്കാനുള്ള ഒരു മൂഡ് കിട്ടിയല്ലോ. പക്ഷെ ഇപ്പം നല്ല കഴിക്കാൻ ഭയങ്കര ഒരു ഇത് കേട്ടോ. അങ്ങനെ അവസാനം ഇൻഡിഗോ വിമാനത്തിൽ കയറി നമ്മൾ മുംബൈയിലോട്ട് പോവുകയാണ്. മുംബൈ പൗച്ചകാമല. പിന്നെ അവിടെ നിന്ന് ഹൈദരാബാദ് ഇപ്പോൾ കാണാം. സീറ്റൊന്നും കാണിക്കാനില്ല, ഏതോ ഒരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവസാനം ഞാൻ ഡൽഹിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നമ്മുടെ ലോക്കൽ ടെർമിനലിലാണ് എത്തിയത്. ഇവിടെ നിന്ന് ഇൻ്റർനാഷണൽ പോകാനായിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ഷട്ടിൽ ബസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഓഫീസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, പിന്നിൽ നമ്പർ 8. എൻ്റെ സമയദോഷമെന്ന് പറയാമല്ലോ. ബസ് പോയി, ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് വന്നപ്പം ബസ് അങ്ങോട്ട് പോയി. ഞാൻ ഡൽഹിയിൽ വന്ന് ഷട്ടിൽ ബസ് കയറി ടെർമിനൽ 3 വന്ന് ഞാനിപ്പോൾ ദാണ്ട ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ്. ഞാൻ ഹോങ്കോങ്ങിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് പോകുന്നത്. അപ്പോൾ എന്നാലും അവർ നമുക്ക് വിസയൊന്നും വേണ്ട കേട്ടോ. ഹോങ്കോങ്ങിൽ പോകാൻ വിസയൊന്നും വേണ്ട. അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. പിന്നെ ഹോട്ടൽ ബുക്കിംഗ് മറക്കട്ട. പിന്നെ റിട്ടേൺ തിരിച്ച് വരുന്നതിൻ്റെ ടിക്കറ്റ് കാണിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കയറ്റി വിടില്ല. കാരണം ധാരാളം ഇന്ത്യക്കാർ സ്പെഷ്യലി ഹോങ്കോങ്ങിലൊക്കെ പോകുമ്പോൾ ഈ ഛത്തീസ്ഗഡ്, പഞ്ചാബ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുകൾ അവർ ചിലപ്പോഴും റിജക്റ്റ് ചെയ്യാറുണ്ട്. മലയാളികൾക്ക് പൊതുവെ ഏത് രാജ്യത്തും കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല കേട്ടോ. അവർ ചില രാജ്യങ്ങളിൽ ഈ പഞ്ചാബികളെയൊക്കെ നോക്കി വയ്ക്കും. അപ്പോൾ ചില രാജ്യത്ത് ഉത്തരേന്ത്യക്കാരെ നോക്കി വയ്ക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് സംബന്ധിച്ച് മലയാളികൾ അല്ലെങ്കിൽ കേരള പാസ്പോർട്ടൊക്കെ കുഴപ്പമില്ല. കേരള പാസ്പോർട്ടൊന്നും ഇല്ലല്ലോ. അതായത് കേരളത്തിൽ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുകൾക്ക് വലിയ വിഷയം വരാറില്ല. ഇവിടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി ചെക്കിങ് പാസ് ചെയ്തത്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കൊക്കെ ഭയങ്കര സൂക്ഷ്മതയായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവർ നോക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ കാണുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൂടെ കയറി നേരെ പോകുന്നത് എൻ്റെ കൗണ്ടർ 11B നല്ല മനോഹരമായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകണമെന്നുണ്ട്. പക്ഷേ ഒടുക്കത്തെ പൈസയാണ് കേട്ടോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ. നമ്മുടെ പാസ്പോർട്ട് ഇവിടെ നമുക്ക് സ്കാൻ ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടാനുള്ള ഒരു കോഡ് കിട്ടും. ഈസിയാണ് കേട്ടോ. പാസ്പോർട്ട് സ്കാൻ ചെയ്താൽ മാത്രം മതി. എത്ര നേരം നിലനിൽക്കുമെന്ന് വെച്ചാൽ അരമണിക്കൂറായിരിക്കും. അപ്പോൾ ഫൈനലി ഞാനിവിടെ വന്ന് ബോർഡിംഗ് ഗേറ്റിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് ഇവിടെ ആയിട്ടാണ് 11B എന്ന് പറഞ്ഞ് ആളുകളൊന്നും അധികം വന്നിട്ടില്ല. പിന്നെ ഹോങ്കോങ്ങിലോട്ട് പോകാനായിട്ട് എനിക്കൊന്ന് ഡൽഹിയിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് ഡയറക്റ്റ് ഉള്ളതെന്ന് തോന്നുന്നു. വേറെ സിറ്റിയിൽ നിന്നില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കണക്ഷൻ വന്ന പല ആളുകളുണ്ട്. അപ്പോൾ ഹോങ്കോങ്ങിലെ കാഴ്ചകളും ഞാനിവിടെ നിന്ന് ബോർഡ് ചെയ്ത് പോകുന്നതെല്ലാമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഹോങ്കോങ് എന്ന് പറയുന്ന പുതിയ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊവിൻസിൻ്റെ, അത് പല ആൾക്കാർ, ചില ആളുകൾ രാജ്യം എന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ ഒരു രാജ്യത്തിൻ്റെ പ്രൊവിൻസ് എന്ന് പറയുന്നു. അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഹോങ്കോങ്ങിലെ കാഴ്ചകളുമായിട്ട് വരുന്നവർ വിസയുടെ കാര്യമല്ല ഞാൻ അടുത്ത വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.